ഞാൻ തുടങ്ങുന്ന ഇവിടെയാണ്. ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായി കൊണ്ടാടുന്നു. നല്ല കാര്യം. യേശു ജനിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കരമാണ്, നമുക്കെല്ലാം. അല്ലേ, നമുക്ക് മാനവർഗത്തിന് വിടുതലില്ല, അതൊരാവശ്യമാണ്. പക്ഷേ എൻ്റെ ഡേറ്റ് എന്നാന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഡിസംബർ 25 ആണെന്നുള്ളതിന് ബൈബിളിൽ ഒരു തെളിവുമില്ല. അല്ല എന്നുള്ളതിനൊരു സൂചന ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനരാത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അന്ന് യേശു ജനിക്കുന്ന സമയം ആ ദേശത്തെ ഇടയന്മാർ ആടുകളെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അത്രയും വാക്കുകൾ വ്യക്തമാണല്ലോ. ഇസ്രയേലിൽ ഇടയന്മാർ ആടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്ത് പാർക്കുന്ന ഒരു സീസണുമുണ്ട്, കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കുന്ന ഒരു സീസണുമുണ്ട്. തണുപ്പ് കാലത്ത് അവരാടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ അകത്ത് പാർക്കും. ചൂട് കാലത്ത് അവരാടുകളെ കാവൽ കാത്ത് കൂടാരത്തിൻ്റെ വെളിയിൽ പാർക്കും. യേശുവിൻ്റെ ജനന സമയം വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തണുപ്പ് കാലം അല്ല, ഡിസംബർ അല്ല, അതിന് ഒരു സംശയമില്ല. ഡിസംബർ അല്ല, ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഡിസംബർ 25 ആയത്? ഈ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമെന്ന് ഡിസംബർ 25 കൊണ്ടാടാൻ കാരണം എന്താ? ജാതികീയമായ പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി. പല പ്രമാണങ്ങൾ നിർഭാഗ്യവശാൽ സഭയ്ക്കകത്ത് വന്നുപോയി. അതെങ്ങനെയാ? പിശാചിൻ്റെ ഒരു പ്രത്യേകത, ഒരു സില്ലിമോസ്റ്റ് കാര്യത്തിൽ പിടികിട്ടിയാൽ അവൻ മുതലെടുക്കും. വലിയതൊന്നും പിശാചിന് വേണ്ട, സില്ലിമോസ്റ്റ്. ക്രിസ്തീയ മണ്ഡലത്തിൽ എങ്ങനെ അനാചാരങ്ങൾ വന്നു കയറി, ഇതിൽ ഡിസംബർ 25 എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ BC-യിൽ ഡിസംബർ 25 ഒരാഘോഷ ദിവസമായി കൊണ്ടാടിയിരുന്നു എന്ന് ബാബിലോണിൻ്റെ ഓൾഡ് ആൻഡ് ബാബിലോണിൻ്റെ ന്യൂ, ബാബിലോൺ നൗ ആൻഡ് ദെൻ ബാബിലോൺ ദ ഗ്രേറ്റ്, ഈ 3 പുസ്തകങ്ങളിൽ എങ്കിലും വ്യക്തമായ രേഖയുണ്ട്. ഡിസംബർ 25 പ്രത്യേകത അന്ന് എന്തായിരുന്നു? ഗ്രീസിൽ ഒരുപാട് ദൈവങ്ങളുടെ കഥകളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ദൈവങ്ങളുടെ കഥകൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിലെ ഗ്രീസിലെ ഒരു ദേവൻ, ഒരു രാജാവായിരുന്നു പണ്ടൊരു കാലത്ത്. ഞാൻ അങ്ങയുടെ പേരൊന്നും ഓർക്കുന്നില്ല. അവരുടെ കഥയനുസരിച്ച്, ദൈവങ്ങളുടെ കഥയനുസരിച്ച് അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ഇയാൾ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. എന്തൊക്കെയോ കുറേ അത്ഭുതങ്ങൾ ഇയാളെ കൊണ്ട് കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത ഒന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പിശാച് അവൻ്റെ കൂടെ കൂടും. വ്യാജമായ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. പിശാച് ഇവൻ്റെ കൂടെ കൂടി. ഇവൻ കുറേ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നാട്ടുകാർക്ക് ഇവൻ പരമദ്രോഹിയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ തല്ലിക്കൊന്നു. അവസാനം ഇവരുടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചു പ്രവർത്തിക്കുകയും ഇയാൾ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. ജീവിച്ചെഴുന്നേറ്റപ്പോൾ ഭാര്യ ഒരു സങ്കടം പറഞ്ഞു. ഈ ഒരു ഭാഗം ഇയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇനി ഇയാൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, അതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇയാൾ എഴുന്നേറ്റല്ലോ, സന്തോഷമുണ്ട്. അയാൾ സൂര്യദേവനായി മാറി. ഭാവിയിൽ അയാളാണ് സൂര്യനായി മാറിയത്. അതാ ഇന്ന് നമ്മൾ കാണുന്ന സൂര്യനെന്ന്. പക്ഷെ ഇവിടെ സങ്കടം ഭയങ്കരം. എനിക്കിനി മക്കളുണ്ടാകില്ല, കാര്യം ഇയാൾ എന്നാ ഭഗവാനായി മാറിയാൽ ഈ ഒരു ഭാഗം ഇയാൾക്കില്ല. അതുകൊണ്ട് ആ സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ടവൾ ധ്യാനിച്ചിരിക്കുമ്പോൾ സൂര്യകിരണം അടിച്ച് ഇവൾ ഗർഭിണിയായി. ഇതെല്ലാം അവരുടെ കഥയാണ്. സൂര്യകിരണം അടിച്ച് ഇവൾ ഗർഭിണിയായി. അതിൽ ഒരു കുഞ്ഞുണ്ടായി. അത് ഡിസംബർ 25 ഉണ്ടായി. സൂര്യകിരണത്തിൻ്റെ പ്രഭയേറ്റ അമ്മയിൽ നിന്നുണ്ടായ കുഞ്ഞാണ് എന്നുള്ളതുകൊണ്ട് ആ അമ്മയുടെ തലയ്ക്ക് വട്ടം ഒരു തേജോ ഗോളം ഗ്രീസുകാർ വരച്ചു വെച്ചു. കുഞ്ഞ് സൂര്യൻ്റെ മോനായതുകൊണ്ട് അവൻ്റെയും തലയ്ക്ക് വട്ടം ഒരു ഗോളം വരച്ചു വെച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് തമ്മൂസ്. തമ്മൂസ് വളർന്നു, അവൻ അടുത്ത ദൈവമായി. ഇവൻ ദൈവമായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സൂര്യൻ്റെ മോനാണ്, അതുകൊണ്ട് ഇവൻ നക്ഷത്രമായി മാറിയെന്നാണ് അടുത്ത ഐതിഹ്യം. 2, ഇവൻ വനദേവനായി മാറി. 3, ഇന്ത്യയിലെ കാമദേവന് തുല്യമായി ഇവൻ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉറപ്പിക്കുന്ന ആളായി മാറി. കാര്യം ഇവൻ്റെ ജനനം ഇങ്ങനെ. അങ്ങനെ ഇവൻ അതായി മാറി. 3 നന്മകൾ അല്ലെങ്കിൽ 3 അധികാരങ്ങൾ ഇവനുണ്ടായി. 1, നക്ഷത്രമായി മാറി. 2, വനദേവനായി മാറി. 3, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന കാമദേവന്റെ തുല്യമായ സ്ഥാനത്ത് ഇവൻ കയറി. ഇങ്ങനെ ആരാധിച്ചിരുന്ന പതിവ് ക്രിസ്തുവിൻ്റെ ജനനത്തിനു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. അന്നവർ ചെയ്തിരുന്നത് തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരമ്മയുടെ രൂപവും തലയ്ക്ക് ചുറ്റും തേജോഗോളമുള്ള ഒരു ഉണ്ണിയുടെ രൂപവും കൊണ്ടുവന്ന് ഇവൻ വനദേവനായി മാറിയ കാരണത്താൽ കാട്ടിൽ നിന്നൊരു കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് അലങ്കരിച്ച് ഇവൻ നക്ഷത്രദേവനായി മാറിയത് കൊണ്ടൊരു സ്റ്റാറും ഉണ്ടാക്കി അതിൽ തൂക്കിയിട്ട് ഇതിൻ്റെ മുമ്പിൽ ആരാധിച്ചിരുന്നതിൻ്റെ പിക്ചർ
നൂറ്റാണ്ടുകൾക്ക് മുമ്പേ BC-യിൽ, നൂറ്റാണ്ടുകൾക്ക് മുന്നമേ അതിൻ്റെ പിക്ചർ ബാബിലോൺ ദ ഗ്രേറ്റ്, ബാബിലോൺ നൗ ആൻഡ് ദെൻ, ബാബിലോണിൻ്റെ ഓൾഡ് ആൻഡ് ന്യൂ എന്ന 3 പുസ്തകങ്ങളിലെങ്കിലും, വേറെ പല പുസ്തകങ്ങളിലും കാണാം, ഈ 3 പുസ്തകങ്ങളിലെങ്കിലും കിടപ്പുണ്ട്. ഇന്ന് തേജോഗോളം വഹിക്കുന്ന അമ്മയും തേജോഗോളം വഹിക്കുന്ന കുഞ്ഞും കൂടെ നക്ഷത്രവിളക്കിൻ്റെ കീഴിലിരുന്ന് ക്രിസ്തുമസ് ട്രീയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല, ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെവിടുന്ന് വന്ന് ഡിസംബർ 25 ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമാകാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം അന്ന് ഇടയന്മാർ ആടിനെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്ത കാലമാണ്. അതിൻ്റെ അർത്ഥം യേശു ജനിച്ചില്ലെന്നാണോ? അല്ല, യേശു ജനിച്ചു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണ്. യേശു ജനിച്ചു. ചരിത്രത്തെ 2ആക്കി തിരിച്ച BC-യും AD-യും ആക്കിയ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ അവതരിച്ചു. അതിനകത്ത് ഒരു സംശയമില്ല. ഡേറ്റിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഈ ആരാധനയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വേണോ? നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാനായിട്ട് അതിനകത്തൊരു റൂളിങ് പറയേണ്ട കാര്യമില്ല. തമ്മൂസിനെ എൻ്റെ വീട്ടിൽ വേണ്ട എന്നാൽ എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ വീട്ടിൽ വേണ്ട, ആർക്കെങ്കിലും വേണോ കൊണ്ടിയല്ലേ. 3-ാമത്തെ നൂറ്റാണ്ടിൽ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിക്ക് മതപരിവർത്തനമുണ്ട്. അയാളാണ് ക്രിസ്ത്യാനിയെ കണ്ടമാനം ഉപദ്രവിച്ച ആളാണ്. അയാളുടെ മതപരിവർത്തന കാരണവും കൂടെ പറയാം. ഇയാളൊരു യുദ്ധത്തിന് പോയി തോറ്റുപോയി. അയാളുടെ സൈന്യങ്ങൾ മൊത്തം ചെതറി. അദ്ദേഹം മാത്രം ഒരു വനത്തിൽ ഒരു കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. പേക്കനാവായിരിക്കും, അല്ല പിശാച് കാണിച്ചതായിരിക്കാം. അയാൾ കണ്ട കിനാവ് ഇതാണ്: തോളത്ത് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിവെച്ച് യൂണിഫോമിൽ ഒരു കുരിശിൻ്റെ അടയാളം തയ്ച്ചു വെച്ച, റെഡ് ക്രോസ് ധരിച്ചു വെച്ച ഒരു കൂട്ടം പടയാളികൾ ചേർന്ന് യുദ്ധം ചെയ്യുന്നതും ജയിക്കുന്നതും. ഇയാൾ ഒരു പടയാളികളെ വെക്കുന്നു. അവരുടെ യൂണിഫോമിൽ ഒരു സൈഡിൽ ചുമന്ന കുരിശ് വരച്ചിട്ടുണ്ട്. അവരുടെ തോളത്ത് ഒരു മരത്തിൻ്റെ കമ്പും വെട്ടിവെച്ചിട്ടുണ്ട്. ഇവർ പോയി യുദ്ധം ചെയ്ത് ജയിച്ച് കുസ്തന്തീനോസ് 2ാമത് രാജസ്ഥാനത്ത് മടങ്ങി വരുന്നതായി ഇയാൾ ഒരു സ്വപ്നം കണ്ടു. ഉണർന്നേച്ച് അയാൾ ഓർത്ത്, ഞാൻ ക്രിസ്ത്യാനി ഇത്രയും നാൾ ഉപദ്രവിച്ചത് കൊണ്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ? ഏതായാലും ഒന്നുകൂടെ യുദ്ധം ചെയ്യാം. ഇതിനകത്ത് കണ്ടതുപോലെ ഒരു മരത്തിൻ്റെ കമ്പ് തോളത്ത് കെട്ടി വെച്ച ഒരു സൈന്യത്തെ അയക്കാം. സൈന്യങ്ങളെല്ലാം ഒരു മരക്കമ്പും കൂടെ തോളത്ത് വെച്ചുകൊണ്ട് പോകാം. അവർക്കൊരു കുരിശും വരച്ചു വെച്ചേക്കാം. അങ്ങനെ ഒരു കുരിശും വരച്ചു വെച്ചു, മരക്കമ്പും എടുത്തു വെച്ചു, യുദ്ധത്തിന് വിട്ടു. ആ യുദ്ധത്തിൽ അയാൾ അങ്ങ് ജയിച്ചു. അതിനെക്കുറിച്ച് ഒരർത്ഥത്തിൽ പറയുന്നത്, മരത്തിൻ്റെ കമ്പ് തോളത്തുണ്ടായിരുന്നത് കൊണ്ട് ഒരു സൈന്യമായി എതിരെ വരുന്നെന്ന് ശത്രുക്കളാരും പ്രതീക്ഷിച്ചില്ല. ഇതേതാണ്ട് കാടാന്ന് അവർ ഓർത്തത്, കാമോഫ്ലാജിങ്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് കാടല്ല, ഇതിനകത്ത് സൈന്യമായിരുന്നെന്ന്. അവർ യുദ്ധത്തിൽ ജയിച്ചു. ജയിച്ചുടനെ കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ എൻ്റെ രാജ്യം ക്രിസ്തീയ രാജ്യമാണ്. ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച കാരണത്താൽ ക്രിസ്ത്യാനിയുടെ ദൈവം എനിക്ക് വരുത്തി വെച്ചതാണിത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൻ്റെ രാജ്യം ക്രിസ്തു രാജ്യമാക്കി അദ്ദേഹം മാറ്റി. ക്രിസ്തീയ സമ്പ്രദായത്തിൽ ജീവിക്കുവാൻ അദ്ദേഹം ആളുകളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാർ, പൂജാരികൾ, അദ്ദേഹത്തിൻ്റെ സേവകന്മാർ എല്ലാം കൂടെ വന്നു പറഞ്ഞു, ഇത് ഞങ്ങളുടെ തൊഴിൽ പ്രശ്നം. ഞങ്ങളുടെ പഴയ മതം കൊണ്ട് തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിച്ചു വന്നത്. ഇന്ന് പോലെ ഞങ്ങൾക്ക് ആഹാരം ആര് തരും? ഞങ്ങളുടെ ജോലി പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയേ പറ്റൂ. അയാൾ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. പണ്ട് നിങ്ങൾ ചെയ്തു വന്നതെല്ലാം തുടരുക, ഒന്നും മാറ്റണ്ട, പേര് മാത്രം ഡബ് ചെയ്താൽ മതി. എല്ലാം ക്രിസ്തുവിൻ്റെ പേരങ്ങ് മാറ്റിയേക്കണം. പഴയ ഡിസംബർ 25 തമ്മൂസ് എന്ന പേര് മാറ്റി യേശു എന്നാക്കിയേക്കണം. പഴയ നക്ഷത്രവിളക്ക്, പഴയ കാട്ടുമരം, പഴയതെല്ലാം, അതിനൊന്നിനും വ്യത്യാസമില്ല, ഡേറ്റിന് വ്യത്യാസമില്ല. നിങ്ങൾക്കിതാകാം. ഓൺലി തിങ്, പേര് മാത്രം മാറ്റണം. അങ്ങനെ ഡിസംബർ 25 ക്രിസ്ത്യാനിയുടെ ക്രിസ്തുമസ് എന്ന് കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ തീരുമാനിക്കും? ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഈ അക്രൈസ്തവ മതങ്ങൾക്ക് പാഗൻ റിലിജിയൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർക്കെല്ലാം പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് മാർച്ച് മാസം 21-നും ഏപ്രിൽ മാസം 22-നും ഇടയിലുള്ള കർത്തവാവിൻ്റെ ദിവസമാണ്. അത് വർഷത്തിൻ്റെ ആരംഭം, യുഗത്തിൻ്റെ പുലരി, ഇങ്ങനെ പലതും അതിനെക്കുറിച്ച് പറയും. മലയാളക്കരയിൽ ഇതിനെ വിഷു എന്ന് വിളിക്കും, വടക്കേ ഇന്ത്യയിലോട്ട് കയറിയാൽ അതിനെ ഹോളി എന്ന് വിളിക്കും. ഇതെല്ലാം കൂടെ കൂടി ഒരു പുതിയ യുഗമാണ്. മാർച്ച് മാസം 21-നും ഏപ്രിൽ മാസം 22-നും ഇടയിൽ വരുന്ന കർത്തവാവാണ് ലോക മതങ്ങൾക്ക് അവരുടെ ദേവന്മാരുടെ പാഗൻ ഗോഡ്സ് അവയുടെ പ്രധാനപ്പെട്ട ദിവസം. കുസ്തന്തീനോസ് പ്രഖ്യാപിച്ചു അത് ഈസ്റ്ററാക്കി മാറ്റുക. നമ്മുടെ നാട്ടിൽ വിഷു എന്ന് വിളിക്കും, അതിനെ ഈസ്റ്ററാക്കി മാറ്റുക. തമിഴിൻ്റെ ന്യൂ ഇയർ അതാണെന്ന് തോന്നുന്നു. മിക്കവാറും അല്ല, മാർച്ച് 21-നും ഏപ്രിൽ 22-നും ഈ 2 ദിവസങ്ങൾക്ക് ഈസ്റ്റർ പില്ലേഴ്സ് എന്ന് പേരിട്ടു. നിങ്ങൾക്ക് കലണ്ടർ സ്വയം എഴുതാം.
ഈസ്റ്റർ പില്ലേഴ്സ് എന്നിതിന് രണ്ടിനും പേരിട്ടു. മാർച്ച് 21, ഏപ്രിൽ 22. ഈസ്റ്റർ പില്ലേഴ്സ്, 2 പില്ലർ, അതിനിടയ്ക്ക് ഈസ്റ്റർ വരത്തുള്ളൂ. ഈസ്റ്റർ പില്ലേഴ്സ്. അതിനിടയിൽ എന്ന് കറുത്തവാവ് ഉണ്ടാകുമോ ആ കറുത്തവാവിന്റെ ദിവസമായിരിക്കും ഈസ്റ്റർ. ഈസ്റ്റർ അക്കാലങ്ങളിൽ ഈസ്റ്റർ ഇപ്രാവശ്യം ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ശനിയാഴ്ച ആയിരിക്കും, അതിൻ്റെ അടുത്ത വർഷം വെള്ളിയാഴ്ച ആയിരിക്കും, ഇങ്ങനെ മാറി വരുമായിരുന്നു. പിന്നത്തേതിൽ സഭാപിതാക്കന്മാർ ചേർന്നിരുന്ന് പറഞ്ഞാൽ ഇത് ഞായറാഴ്ചയാണെന്ന് ഒരിടത്ത് പറയുന്നത്, അതുകൊണ്ട് ഞായറാഴ്ച മതി, എല്ലാ ദിവസവും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ പില്ലറുകളുടെ ഇടയിൽ നടക്കുന്ന കറുത്തവാവിന്റെ പിറ്റേ ഞായറാഴ്ച ഈസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചു. ഈസ്റ്റർ മുതൽ 40 ദിവസം പുറകോട്ടെണ്ണി ലെന്റ് ആരംഭിക്കും. ഈസ്റ്റർ മുതൽ 70 ദിവസം പുറകോട്ട് മാറി വേറൊരു പെരുന്നാൾ. ഈസ്റ്റർ മുതൽ 10 ദിവസം മുന്നോട്ട് മാറ്റി ഇനിയൊരു പെരുന്നാൾ. ഈസ്റ്റർ മുതൽ ഇത്ര ദിവസം മുന്നോട്ട് മാറ്റി അടുത്ത പെരുന്നാൾ എന്നിങ്ങനെ സകല പെരുന്നാളുകളും തീരുമാനിച്ചു. ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്ന സകല ആചാര ദിവസങ്ങൾക്കും അടിസ്ഥാനം ഒന്നുകിൽ ഡിസംബർ 25 തമ്മൂസിന്റെ ജന്മദിനം, അല്ലെങ്കിൽ ഈസ്റ്റർ പില്ലറിന്റെ ആ കറുത്തവാവ. ഇതിനെ ആസ്പദമാക്കി സകല ആചാര ദിവസങ്ങളും ഫിക്സ് ചെയ്തു. ഇതിന്റെ എല്ലാം ബേസ് കിടക്കുന്നത് ഗ്രീസിലെ മതങ്ങളിൽ നിന്നാണ്. ഞാൻ കുസ്തന്തീനോസിന്റെ ചരിത്രത്തിൽ മടങ്ങി വരട്ടെ. 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ മതപരിവർത്തനത്തെ തുടർന്ന് ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഡബ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ആദ്യം ചെയ്തത് ആർക്കും വിരോധമില്ലാതിരിക്കാൻ സൂര്യദേവനെ പ്രസാദിപ്പിക്കുന്ന സൂര്യനോട് ബന്ധപ്പെടുത്തി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിന് സൂര്യ ദിവസം എന്നർത്ഥം വരുന്ന സൺഡേ എന്ന് പേരിട്ടു. തുടക്കം അവിടെ സൂര്യനോട് ബന്ധപ്പെടുത്തി സൺഡേ, സൂര്യ ദിവസം എന്ന് 1-ാം ദിവസത്തെ പേരിട്ടു. കാരണം വെട്ടിക്കീറി പലയിടത്ത് കളഞ്ഞ പുള്ളി ഒടുവിൽ ഭാര്യ കൊണ്ടുവച്ച് ദൈവമാക്കിയത് സൂര്യനായിട്ട് മാറി. സൂര്യാരാധനയുടെ ഭാഗമായി സൺഡേ എന്ന പേരിൽ ഞായറാഴ്ചയ്ക്ക് പേരിട്ടു. അവിടെ മുതൽ ജാതികീയമായ ആരാധനകൾക്ക് ക്രിസ്ത്യൻ പേരിട്ട്, ക്രിസ്തീയ തത്വങ്ങളുടെ പേരിട്ട് ഇതിനെ സഭയ്ക്കകത്താക്കി. അറിയാതെ ഞാനും നിങ്ങളും ഇതിന്റെ പുറകെ പോയി.